السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ഒരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന ദീൻ, മതം, ലോകത്ത് ഒരുപാട് മതങ്ങൾ ഉള്ളതുപോലെ അതിൽപ്പെട്ട ഒന്ന് എന്ന ലാഘവത്തോടെ കാണാൻ പറ്റില്ല. മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വേർതിരിക്കുന്ന ഒരേ ഒരു സംഗതി ഇസ്ലാമിൻ്റെ ആധികാരികതയാണ്. നാം മതങ്ങളെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ഒരു വിമർശനമെന്നല്ല ഞാൻ പറയുന്നത്, പിന്നെ പല മതങ്ങളിലും നാം കാണുന്നത് പോലെ കുറെ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ അന്ധമായ വിശ്വാസങ്ങളോ വെച്ചു പുലർത്തുന്ന ഒന്നല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായ ദീന് അത് ഇസ്ലാം ദീൻ, ഇസ്ലാം മതം മാത്രമാണ്. ഇത് കേവലം ഒരു അവകാശവാദം അല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൂർണത കൈവന്നിട്ടുള്ളത് എന്നാണ് നാം വിശ്വസിക്കുന്നതും പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുഗങ്ങളും കാലങ്ങളും മാറി മാറി വന്നാലും അന്ത്യനാൾ വരെയുള്ള എല്ലാ കാലഘട്ടങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള വിധി വിലക്കുകളാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്നത്. ഒരു നല്ല ബുദ്ധിമാൻ ഒരു ഭരണഘടന എഴുതിയാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ദൈർഘ്യമായിരിക്കും ആ ഭരണഘടനയുടെയും ദൈർഘ്യം. എല്ലാ കാലത്തേക്കും അത് അനുയോജ്യമായി കൊള്ളണമെന്നില്ല. ഒരു 50 വർഷം കഴിഞ്ഞാൽ എന്തുണ്ടാകും, അതുവരെ എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ നിഗമനം അനുസരിച്ച് അദ്ദേഹം ഒരു ഭരണഘടന എഴുതിയാൽ 50 കൊല്ലത്തേക്ക് അതൊരു പക്ഷേ ശരിയായിരിക്കാം. എന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടാത്ത ചില കാര്യങ്ങൾക്ക് ഇടക്കാലത്ത് നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ ഭേദഗതികൾക്ക് വിധേയമാക്കപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനിർമ്മിതമല്ല. കുറെ ബുദ്ധിരാക്ഷസന്മാർ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയതും അല്ല. അത് അള്ളാഹുവിൻ്റെതായ വ്യവസ്ഥിതിയും നിയമവുമാണ്. അതാണ് അദ്ദീനു വലഉൻ ഇലാഹിയും. ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അതിൻ്റെ സംവിധായകൻ പ്രവാചകന്മാരോ അല്ലെങ്കിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അല്ല. എല്ലാ അമ്പിയാക്കളും പറഞ്ഞിട്ടുള്ളത് വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സന്ദേശം അത് വ്യക്തമായി എത്തിച്ചു കൊടുക്കുക
വിളംബരം ചെയ്യുക എന്നതല്ലാത്ത ഒന്നും നമ്മുടേതായ ദൗത്യമല്ല. നമ്മുടെ ദൗത്യം അത് മാത്രമാണ്. അപ്പൊ ലോകത്ത് വന്നിട്ടുള്ള ഒരു പ്രവാചകനും സ്വന്തമായി വല്ലൊന്നും പറയുകയോ സ്വന്തം ചിന്തിച്ച് മെനഞ്ഞെടുത്ത കാര്യങ്ങൾ ജനങ്ങളിൽ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അള്ളാഹുവിൽ നിന്ന് സന്ദേശപ്രകാരം മാത്രം. പരിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ യൻതിഖു അനിൽ ഹവാ, അവിടുത്തെ ഇച്ഛ അനുസരിച്ച് ഒന്നും ഉരിയാടുകയില്ല, സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം അനുസരിച്ചല്ലാതെ. ഇത് മാത്രമാണ് അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടി. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ നിയമവ്യവസ്ഥിതികൾ മുഴുവൻ സംവിധാനിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്നവൻ. അവനാണ് ലോകത്തിന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരേപോലെ അറിയുന്നവൻ. മനുഷ്യൻ അങ്ങനെയല്ല. വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി പറയാൻ അല്ലെങ്കിൽ ഖണ്ഡിതമായി പറയാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സൃഷ്ടിയായിരുന്നു ഖുർആൻ എങ്കിൽ, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എങ്കിൽ, അത് പലപ്പോഴും തിരുത്തേണ്ടി വരും. കാലോചിതമായ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും നടത്തേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ വളരെ പ്രശസ്തമാണ്. ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും നല്ല ഭരണഘടനയാണെങ്കിൽ പോലും ചില കേസുകളും സംഗതികളും വരുമ്പോൾ അഡ്വക്കറ്റുമാര് തന്നെ പറയും അത് സംബന്ധമായ നിർദ്ദേശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഭരണഘടനയിൽ പറയുന്നില്ല. അത് മനുഷ്യനുണ്ടാക്കി എന്നതിന്റെ കുറവാണ്. എന്നാൽ ഇസ്ലാം മതത്തെക്കുള്ള അപേക്ഷിക്കുമ്പോൾ കാലം എത്ര പുരോഗമിച്ചു വന്നാലും, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതി ഇന്നേ വരെ ലോകത്തുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ലെന്നാണ് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇൻ, പരിശുദ്ധ ഖുർആനിൽ ഒന്നിനെയും നാം വിട്ടുകളഞ്ഞിട്ടില്ല. ഖുർആൻ പറയുന്നു. മറ്റൊരു സൂക്തം വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈ, നബിയെ തങ്ങൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചത് അത് എല്ലാറ്റിന്റെയും വിശദീകരണമായിട്ടാണ്. എല്ലാം ഖുർആനിലുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ഖുർആനി നബഅ മൻ ഖബലക്കും വഖബറ മൻ ബഅദക്കും വഹുക്കുമ മാ ബൈനക്കും, നിശ്ചയം ഖുർആനിൽ കഴിഞ്ഞുപോയ സംഭവങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ല ലോകത്ത് ഉള്ള എല്ലാ സംഗതികളുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ഖുർആൻ. അപ്പൊ എന്തൊക്കെ പുതിയ ലോകത്ത് വന്നാലും അതുമായി ഇസ്ലാമിന് പരാമർശമില്ല എന്ന് പറയേണ്ടി വരില്ല, വന്നിട്ടുമില്ല. പുതിയ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുമായൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാരിലേക്ക് ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പുതിയ ലോകത്ത് ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സംഗതികൾ, അതുമായി ബന്ധപ്പെട്ട്
അതിൻ്റെ ഇസ്ലാമിക മാനമെന്ത് എന്ന് പണ്ഡിതന്മാരിലേക്ക് ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നു. പഴയ കാലങ്ങളിലുള്ള പണ്ഡിതന്മാർ അവരുടെ കാലഘട്ടത്തിൽ നടക്കാത്ത വിഷയങ്ങളായതുകൊണ്ട് അവർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട ഒരവസ്ഥ ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യക്ഷമോ പരോക്ഷമോ ആയി. എല്ലാം തന്നെ പൂർവസൂരികളായ പണ്ഡിതന്മാർ ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ക്രോഡീകരിച്ചു വെച്ചു. അതാണ് നേരത്തെ ഇവിടെ പ്രതിപാദിച്ച 4 മദ്ഹബുകൾ. ആ മദ്ഹബിന് പുറത്തൊന്നും പോകുന്നില്ല. ആ മദ്ഹബുകൾ കൊണ്ടാണ് ഇസ്ലാമിന്റെ സമ്പൂർണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടെസ്റ്റ് ട്യൂബ് ശിശുവും ക്ലോണിങ്ങും പ്ലാസ്റ്റിക് സർജറിയും എല്ലാം ഇന്ന് ലോകത്ത് നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗം പോലെ ആയി മാറിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട എത്ര ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഇസ്ലാം മറുപടി വ്യക്തമായി തന്നെ കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ സംവിധാനമാണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം നമുക്ക് മറുപടി ലഭിക്കുന്നത്. അതിൻ്റെ എല്ലാം അടിത്തറ ഖുർആനാണ്. അതാണ് ഹദീസിൽ നേരത്തെ നമ്മൾ കേട്ടത്. ഖുർആനിൽ എല്ലാം ഉണ്ട്. ആ ഖുർആന്റെ വിശദീകരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്ന് നബി തങ്ങളുടെ ഹദീസുകൾ വെച്ച് അതിന്റെ വെളിച്ചത്തിൽ എല്ലാ വിഷയങ്ങളും കണ്ടെത്തുക എന്ന സാഹസികമായ പ്രക്രിയയാണ് മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തിട്ടുള്ളത്. 4 മദ്ഹബിന്റെ ഇമാമുകൾ രചിച്ച ഗ്രന്ഥങ്ങളെല്ലാം കൂടി വരുമ്പോൾ ലോകത്ത് നടന്നത് മാത്രമല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ക്ലോണിംഗ് വന്നപ്പോൾ അത് സംബന്ധമായി നമ്മൾ പരിശോധിക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു ഇമാം ഷഅറാനി അദ്ദേഹത്തിന്റെ കിതാബുൽ യവാഖീതി വൽ ജവാഹിർ അതിന്റെ 266-ാമത്തെ പേജിൽ വളരെ പഴയ കാലത്ത് ഏകദേശം 5-ാം നൂറ്റാണ്ടിൽ നടത്തിയ ഒരു പരീക്ഷണത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. പുരുഷ ബീജമെടുത്ത് ഒരു പ്രത്യേക വസ്തുവിൽ അതിനെ സങ്കലനം ചെയ്ത് അങ്ങനെ അതിലൂടെ ഒരു കുട്ടിയെ ജനിപ്പിച്ച കഥയാണ് അതിൽ പറയുന്നത്. 1 വർഷം ആ കുട്ടി ജീവിച്ചു. ശേഷം അത് മരിച്ചു. എന്നാലും ഏകദേശം ഇന്നത്തെ ഈ ക്ലോണിങ്ങിന്റെ സംവിധാനം പോലത്തെ സംവിധാനമായിരുന്നു അത്. അന്നത്തെ പരീക്ഷണം അവിടത്തേക്ക് എത്തിയെങ്കിൽ പിന്നെ കാലഘട്ടം എത്ര മുന്നോട്ട് പോന്നു. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ മതവിധി എന്താണ്? ആ കുട്ടിയുടെ പൈതൃകം ആരിലേക്ക് ചേരും? കുട്ടിയുടെ ഉമ്മയായി ആരെ കണക്കാക്കപ്പെടും? തുടങ്ങിയുള്ള സംഗതികളൊക്കെയും ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ അടിത്തറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആനും ആ ഖുർആന്റെ വ്യാഖ്യാനങ്ങളായ തിരുസുന്നത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിത്തറ നിലനിൽക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ആ വിശ്വാസം അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിശ്വാസമല്ല, അന്ധമായ അനുകരണമല്ല. പിന്നെയോ അതിന് വ്യക്തമായ ഒരു രീതി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. കാരണം മനുഷ്യർ 2 തരക്കാരാണ്. മനുഷ്യരിൽ ഒരു വിഭാഗം വളരെ നിഷ്പക്ഷമതികളാണ്, പക്വമതികളാണ്,
നിഷ്പക്ഷമായ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി ഉൾക്കൊള്ളുന്നവരാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാൻ പറ്റും വിധത്തിലുള്ള ഒരു തെളിവും അല്ല. ഏതും എതിർപ്പിന്റെ സ്വരത്തോടെയാണ് അവൾ കേൾക്കുന്നത്. എപ്പോഴും നിഷ്പക്ഷമതിയായ രീതി അല്ല അവന്റെ അരികിലുള്ളത്. പറയുമ്പോൾ അതിനെ മറുവശം ചിന്തിക്കുന്ന ഒരാളാണ്. എങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രണ്ടാമത്തെ മറ്റൊരു തെളിവ്, രണ്ട് തെളിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാമിനെ ജനങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാകാൻ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ A to Z ചരിത്രങ്ങൾ ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ചരിത്രങ്ങൾ ആർക്കും അജ്ഞാതമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്നപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആ മക്കയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം നാട്ടുകാർ, പരിചയമുള്ളവർ, അവർക്ക് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവാനാണ് എന്ന് ബോധ്യപ്പെടാൻ പറ്റും വിധം ഉള്ള കുറെ സംഗതികളുണ്ട്. പക്ഷേ അത് കുറെ ആൾ സ്വീകരിച്ചില്ല. അത് ഞാൻ പറഞ്ഞ ഒന്നാം കക്ഷിയായ നിഷ്പക്ഷതകളല്ല, അവരൊക്കെ സ്വീകരിച്ചു പോയി. നിഷ്പക്ഷതയില്ലാത്ത, എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു സ്വഭാവം, അവരാണ് മാറി നിന്നത്. നിഷ്പക്ഷമതികൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലുള്ളവർ അവർ വിശ്വസിച്ചു. കാരണം മുഹമ്മദ് നബിയുടെ ചരിത്രം അങ്ങനെയാണ്. 40 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് അല്ലാഹു തആല ഈ നുബുവത്ത് കൊടുക്കുന്നത്, പ്രവാചകത്വം കൊടുക്കുന്നത്. 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ യൗവനം അസ്തമിക്കുന്ന കാലഘട്ടമാണ്. 40 മുതൽക്ക് പിന്നെ കുഹൂലത്ത്, മധ്യവയസ്കൻ എന്നാണ് പറയുക. മനുഷ്യന്റെ യൗവനം പൂർത്തിയാകുന്നത് വരെ യൗവനത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് മനുഷ്യനിൽ നിന്ന് പലപ്പോഴും അപാകതകൾ, പാകപ്പിഴവുകൾ, പോരായ്മകൾ വന്നേക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അത്രയും കാലത്തെ പരിചയം ആ നാട്ടുകാർക്കുണ്ട്. ആ കാലഘട്ടങ്ങളിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ലതല്ലാത്ത കാര്യം, അനുകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇത് ഹിറക്കൽ രാജാവ് അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വരാനുള്ള ക്ഷണക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ചപ്പോൾ അയാൾക്ക് ഈ പ്രവാചകനെ കുറിച്ച് അറിയാൻ വേണ്ടി ആ പ്രവാചകനെ പരിചയമുള്ള ആരെങ്കിലും കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് വെച്ചിരിക്കുമ്പോഴാണ് മക്കയിൽ നിന്നുള്ള കച്ചവട സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ, അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമിൽ വന്നിട്ടില്ല, അദ്ദേഹം റസൂലുള്ളാഹിന്റെ ശത്രുവാണെന്ന് മാത്രമല്ല യുദ്ധത്തിൽ ശത്രുപക്ഷത്തിന്റെ കമാൻഡറായിരുന്ന ആളാണ് അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, 30 അംഗ സംഘം അവിടെ എത്തിയിട്ടുണ്ട്, കച്ചവടത്തിന് എത്തിയിട്ടുണ്ട് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ കൂട്ടരെയും രാജാവ് വിളിച്ചു വരുത്തി. നീണ്ട സംഭവമാണ്. അബൂ സുഫിയാനോട് ഇങ്ങനെ മുഹമ്മദ് നബിയെ പറ്റി അന്വേഷിക്കാൻ പോവാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബൂ സുഫിയാനോട് നിങ്ങൾ മുമ്പിൽ ഇരിക്കുക, നിങ്ങളെ അനുയായികൾ പുറകിൽ ഇരുന്നോളട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ സത്യസന്ധമായ മറുപടി പറയാം. വല്ല കളവും
പറഞ്ഞുവെങ്കിൽ പുറകിലിരിക്കുന്ന അനുയായികളോട് പറഞ്ഞു, അപ്പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾ പറയണം. എന്നോട് പുള്ളു പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് കുറേ കാര്യങ്ങൾ രാജാവ് ചോദിക്കുകയാണ്. ആ ചോദ്യം തറവാട് മുതൽക്ക് ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം തന്നെ ഫകൈഫ നസബുഹു ഫീക്കും, മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, പ്രവാചകൻ എന്ന് പറഞ്ഞു വന്ന ആള്, നിങ്ങളെ കൂട്ടത്തിൽ അയാളെ തറവാട് എങ്ങനെയുണ്ട്? അബൂ സുഫിയാൻ പറഞ്ഞു കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു ഹുവ ഫീനാ ദൂ നസബിൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉന്നത തറവാട്ടുകാരനാണ് അദ്ദേഹം. അപ്പൊ തറവാട്ടിൽ മോശമൊന്നുമില്ല. അങ്ങനെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം കൂടി ഒരു പാടുണ്ട്. ആ ചോദ്യോത്തരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ആ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്കും ബോധ്യപ്പെടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100% സത്യവാനാണെന്ന്. അങ്ങനെയാണ് ഇറക്കൽ രാജാവ് തന്നെ അവസാനം പറഞ്ഞു, ചോദ്യോത്തരം കഴിഞ്ഞപ്പോ, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഇയാൾ പറഞ്ഞ മറുപടി ശരിയാണെങ്കിൽ എന്റെ ഈ 2 കാൽപാദങ്ങളിരിക്കുന്ന സ്ഥലം വരെ എന്ന് പറഞ്ഞാൽ പല വ്യാഖ്യാനങ്ങളും അതിനുണ്ട്. എന്റെ ഭരണസ്ഥലം ഒന്നടങ്കം എന്നർത്ഥം. ഇയാളുടെ ചൊൽപ്പടിക്ക് കീഴിൽ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആ ആളുടെ ഗുണാഗണങ്ങളൊക്കെ ഇയാൾ നേരത്തെ മനസ്സിലാക്കിയ ആളാണ്. അത് 100% പുലർന്നു എന്നാണ് അതിനർത്ഥം. ഹിർക്കൽ രാജാവ് തന്നെ പറഞ്ഞ്, ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഫഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി, കള്ളം പറയുന്ന ആളാണെന്ന വല്ല തോന്നലും നിങ്ങൾക്ക് അയാളെ കുറിച്ചുണ്ടോ? കള്ളം പറഞ്ഞ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. കള്ളം പറയുന്ന ആളാണെന്ന വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. കള്ളം പറയുന്ന ആളാണെന്ന ഭാവനയുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. മികച്ച ഭാവനക്കെതിരിൽ ഉണ്ടാകുന്നതാണ് ചെറിയൊരു തോന്നൽ, അതാ തുഹമത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ വല്ല തോന്നലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അബൂ സുഫിയാൻ പറഞ്ഞു കുൽത്തു, ഞാൻ പറഞ്ഞില്ല, കള്ളം പറയുന്ന ആളാണെന്നൊരു തോന്നലും അദ്ദേഹത്തെ കുറിച്ചില്ല. അപ്പൊ ഈ ചോദ്യോത്തരം കഴിഞ്ഞ് ഹിറക്കൽ രാജാവ് പറഞ്ഞത്, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരു കള്ളം പറയുന്ന അനുഭവം പോയിട്ട് കള്ളം പറയുന്ന ആളാണെന്ന തോന്നൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചില്ലെങ്കിൽ, ഐഹികമായ കാര്യങ്ങളിലൊന്നും ഒരു കള്ളവും പറയാത്ത ആള് പാരത്രികമായ കാര്യത്തിൽ കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഐഹികമായ ചില ഗുണങ്ങൾക്ക്, അപ്പോഴത്തെ താൽക്കാലിക ഗുണങ്ങൾക്ക് വേണ്ടിയായിരിക്കും അധികവും മനുഷ്യൻ കള്ളം പറയും. അങ്ങനെയൊന്നും കള്ളം പറയാത്ത ഒരാള് മരിച്ചു ചെന്ന് ഗുണം കിട്ടേണ്ട ലോകമാണ് പാരത്രിക ലോകം. അവിടത്തേക്ക് വേണ്ടി, അവിടുത്തെ കാര്യത്തിൽ കള്ളം പറയുന്നതിന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണ സത്യവാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നായിരുന്നു ഹിർക്കൽ രാജാവിന്റെ മറുപടി. കാരണം അയാൾ നിഷ്പക്ഷമതിയാണ്. അയാൾ അങ്ങനെ ഉറച്ചു നിന്നില്ല, അത് വേറെ വിഷയം. അദ്ദേഹത്തിന്റെ ഭരണം തകരാറായി പോകുന്നു കണ്ടപ്പോ അയാൾ പഴയ അവസ്ഥയിൽ തന്നെ ഉറച്ചു നിന്നു. അയാൾ ഭരണാധികാരിയാണ്. രാജകീയ പ്രൗഢിയും പദവിയും ഒക്കെ നഷ്ടപ്പെടും, എന്റെ അനുയായികൾ എന്റെ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോകും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പഴയ വിശ്വാസത്തിൽ നിന്നു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് നിഷ്പക്ഷമതിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതിന് മുമ്പാണെങ്കിൽ മുമ്പത്തെ അമ്പിയാക്കൾ സത്യവാന്മാരാണെന്ന് ബോധ്യപ്പെടാൻ പറ്റും വിധത്തിലാണ് അവരുടെ ജീവിത രീതി അള്ളാഹു ഒരുക്കിയത്. അതുകൊണ്ടാണ് ഒരു പ്രവാചകനെയും അള്ളാഹു വിദേശിയാക്കി വെച്ചിട്ടില്ല. ഒക്കെ സ്വദേശികളാണ്. ജന്മം മുതൽക്ക് അല്ല, ജനിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ ചരിത്രം തൊട്ട് ഒക്കെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും വിധം അവരിൽപ്പെട്ട ഒരാളെയാണ് എവിടെയും അള്ളാഹു പ്രവാചകനാക്കിയത്. നമുക്ക് പരിചയമില്ലാത്ത അപരിചിതനായ ഒരാൾ
ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്രവാചന എന്ന് പറഞ്ഞു വരുന്ന രീതി ഇസ്ലാമിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ അള്ളാഹു ഇങ്ങനെ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടാൻ ഒന്ന്. രണ്ടാമത്തേത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലർക്ക് അവരനുസരിക്കൂല, പുറംതിരിഞ്ഞു നിൽക്കും. നിഷ്പക്ഷമതികളല്ല. അതാ കാരണം. ഇവരെ കൂടി ബോധ്യപ്പെടുത്താൻ പറ്റും വിധമുള്ള മറ്റൊരു തെളിവാണ് മുഅ്ജിസാത്തുകൾ എന്ന് പറയുന്നത്. അമാനുഷികമായ ചില കഴിവുകൾ. ഇത് അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നത് ഇങ്ങനത്തെ കൂട്ടരെ പരിഗണിച്ചാണ്. അതുകൊണ്ട് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസത്തിന് മുഅ്ജിസത്തിന്റെ ആവശ്യം നേരിട്ടിട്ടില്ല. നാം മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തപ്പോഴോ അതിലും രണ്ട് തരക്കാരുണ്ട്. ഒന്ന്, ബോധ്യപ്പെട്ടാൽ സത്യത്തിലേക്ക് മടങ്ങും. മറ്റൊരു കൂട്ടര് ആദ്യം അവർ പറഞ്ഞിൽ തന്നെ പിന്നെയും ഉറച്ചു നിൽക്കും. നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെ. അപ്പൊ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് വ്യക്തമായ സിഹ്റാണ്, കൺകെട്ടോ ജാലവിദ്യയൊക്കെയാണ് അർത്ഥം. ഇതൊരിക്കലും സത്യമല്ല, ശരിയല്ല, നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഉദാഹരണമായി ചന്ദ്രൻ രണ്ട് വിളർപ്പായി കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു, ഒരു കൂട്ടർ പറഞ്ഞു, ഇങ്ങനെ ചന്ദ്രൻ വിളർപ്പൊന്നും ആയിട്ടില്ല, നമ്മുടെ കാഴ്ചയിൽ നമുക്കങ്ങനെ തോന്നുന്നു രണ്ട് വിളർപ്പായി നിൽക്കുന്നത്. അത് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടതാണ്, കൺകെട്ടാണ്. അതുകൊണ്ട് ഇത് ലോകരാഷ്ട്രങ്ങളിൽ മറ്റെവിടെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. ഈ ഡേറ്റിന് ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും അത് നടന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ദർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം അവർ കിട്ടിയപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുസ്തമിർ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന സിഹറാണ്, എല്ലായിടത്തുള്ള ജനങ്ങളെയും കണ്ണ് ഇവർ കിട്ടി എന്നിങ്ങനെ പറഞ്ഞ് അവർ ഇസ്ലാമിലേക്ക് വന്നില്ല, അവർ വിശ്വസിച്ചില്ല. അപ്പൊ വിശ്വസിക്കാത്ത കൂട്ടർ എന്തെങ്കിലും ഞഞ്ഞ പറഞ്ഞ് അവരൊഴിവാകും എന്ന് പറയേണ്ടതില്ല. അപ്പൊ ഇസ്ലാമിന്റെ തെളിവിൽ എവിടെയും ഒരു നിഷ്പക്ഷമതിയെ സംബന്ധിച്ചിടത്തോളം, അല്ല ഒരു ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 100% സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള രേഖ എമ്പാടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന സംഗതിയല്ല, ഇത് നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ വളരെ തുറന്നല്ലേ പറഞ്ഞു, ഫമൻ ശാ ഫല്യുമിൻ വമൻ ശാ ഫല്യക്ഫുർ. നല്ല വിശ്വാസത്തോടെ, നല്ല ഉദ്ദേശത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരും, അവന് സ്വാഗതം, അവൻ കടന്നു വരട്ടെ. ആരെയും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനെ വിശ്വസിച്ചേ പറ്റുമോ എന്ന് അടിച്ചേൽപ്പിക്കല്ല. 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന വിശ്വാസം ഒരു നിഷ്പക്ഷമതിക്ക് മനസ്സിൽ രൂഢമൂലമായി ഉറക്കാൻ നബി തങ്ങളെ കുറിച്ചുള്ള ഈ ചരിത്രം അറിഞ്ഞാൽ തന്നെ മതി. ഇനി അതിനോട് പുറന്തിരി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവന് വിശ്വസിക്കാൻ പറ്റും വിധമുള്ള മുഅ്ജിസാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രശ്നമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് പറഞ്ഞതൊക്കെ അപ്പടി വിശ്വസിക്കാൻ പറഞ്ഞിട്ടുള്ള മതമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട ഒരു സംഗതിയുമില്ല. വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ, ഈമാൻ കാര്യങ്ങൾ, അതൊക്കെ വിശ്വസിക്കാൻ പറ്റും വിധമുള്ളതും എന്നല്ല. ഇന്ന് തന്നെ ഈ ശാസ്ത്രം പുരോഗമിച്ചു വരുന്ന കാലഘട്ടത്തിൽ പണ്ട് കാലത്ത് അതിനൊന്നും ഒരു ന്യായം പറയാനുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത് ബുദ്ധിയുടെ വെളിച്ചത്തിൽ തന്നെ തലകുലുക്കി സ്വീകരിക്കാൻ പറ്റുന്ന സംഗതികളാണ് സർവ്വസംഗതികളും. അപ്പോ മറ്റു മതങ്ങൾ പറയുന്നത് പോലെ കേവലം ചില ഐതിഹ്യങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ പഴയ പുരാണം അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകുന്നൊരു മതമല്ല.
എല്ലാം നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും വിധമുള്ള രേഖയോടുകൂടെ തന്നെ അള്ളാഹു സംവിധാനിച്ചതാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. നബി തങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന എന്തൊക്കെ ഉണ്ടോ അത് അപ്പടി നിങ്ങൾ സ്വീകരിച്ചോളൂ, നബി തങ്ങൾ വിരോധിച്ചതൊക്കെ നിങ്ങൾ വർജിച്ചോളൂ എന്ന് പറയുന്നത് ഒരു അടിച്ചേൽപ്പിക്കുന്ന സംഗതിയല്ല. അതിലെല്ലാം 100% ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനും അവർക്ക് ഈ കാര്യം ഉൾക്കൊള്ളാനും പറ്റും വിധമുള്ള സംഗതിയാണെന്ന് കാലഘട്ടം കുറെ അങ്ങോട്ട് മുന്നോട്ട് പോന്നപ്പോ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവരും അതിൽ എന്തെല്ലാം സംഗതികൾ പിന്നെ കണ്ടെത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽ അങ്ങനെ ഒരു എന്ന് വരാൻ കാരണം അതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിരോധം വരാൻ കാരണം ഇന്നതാണ് എന്നൊക്കെ പിൽക്കാലത്തുള്ള ജനങ്ങൾ പിന്നീട് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ വരെ കണ്ട് സമ്മതിക്കുകയാണ്. എന്നല്ലാതെ അതെല്ലാം ഒരു അന്ധമായ വിശ്വാസമാണ് എന്ന് പറഞ്ഞ അന്ധവിശ്വാസത്തിന്റെ പേരിൽ തള്ളിക്കളയുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. മതമാണ്. നാം എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊന്നും നമുക്കില്ല. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം തന്നെ ബുദ്ധിപരമായി തന്നെയും ആർക്കും അതിനെ നേരിടാനോ അല്ലെങ്കിൽ അതിനെ തകർക്കാനോ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചിട്ടുള്ള സംഗതികളാണിത്. മനുഷ്യന്റെ സൃഷ്ടിയല്ല, അല്ലാഹുവാണ് അതിന്റെ സംവിധായകൻ എന്നുകൂടി മനസ്സിലാക്കുന്നതിനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ബാക്കി നസീഹത്തുകളൊക്കെ നമ്മളോട് നിർത്താൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. മഹാനം അവർക്ക് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെ പ്രിയ സുഹൃത്തായ MP മുസ്തഫൽ ഫൈദി തുടങ്ങിയവരൊക്കെ ഇവിടെ നിങ്ങളോട് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾക്ക് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.